ഹലോ, എല്ലാവർക്കും അവർ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ലുക്കാപ്പയെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം നടത്തുകയാണ് അവിടെ കേട്ടോ. പക്ഷേ ഫോട്ടോസ് ഒന്നും എടുക്കാനായിട്ട് അവൻ സമ്മതിച്ചില്ല. അവന് ഫോട്ടോ എടുക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്തൊരു കൊച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയുടെ സ്പെഷ്യൽ വീഡിയോ ആണിത്. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാലും എന്തൊരു ആഘോഷത്തിനും ആദ്യം നമുക്ക് വേണ്ടത് പ്രാർത്ഥനയുണ്ടോ. ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രാർത്ഥിക്കുന്നതിനിടെ എല്ലാവരും കണ്ണൊക്കെ തുറന്നിരിക്കുന്നു. അത് പൊതുവേ ആൺപിള്ളേരുടെ കാര്യം അറിയാമല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ കണ്ടില്ല, എല്ലാവരും കണ്ണും തുറന്ന് നിന്ന് ചിരിച്ചും കളിച്ചും നിൽക്കുകയാണ് അവരെല്ലാവരും. പക്ഷേ ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ലൂക്കാപ്പിയുടെ ജീവിതത്തിലെ വലിയൊരു നിമിഷമാണ്. എൻ്റെ കുഞ്ഞ് 2ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് വിശ്വസൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെയുള്ള നന്ദി പറയുന്നു. കൂടാതെ മുമ്പോട്ടും എൻ്റെ ലൂക്കാപ്പിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, ആശംസിക്കണം. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി എല്ലാവരും, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അതിനകത്തിൽ രേഖപ്പെടുത്തുക. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയാം, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം. ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറയാം. അപ്പോൾ പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയിലെ കാര്യങ്ങളാണ് ഈ നടക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ 12-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ. 12-ാം തീയതി നമ്മൾ കേക്ക് മുറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ശനിയാഴ്ച വൈകിട്ടത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പം കേക്ക് ലുക്കാപ്പിയുടെ അച്ഛയുടെ വക സ്പെഷ്യൽ കേക്കാണ്. എൻ്റെ ലുക്കാപ്പിക്ക് വേണ്ടി ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. നിങ്ങളിതൊക്കെ നേരത്തെ മുതലേ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കേക്ക് മുറിയാണ് കേട്ടോ. അന്ന് 12-ാം തീയതി മുറിച്ചപ്പോഴും ഈ ലുക്കാപ്പി എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും അവൻ എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ. കേക്ക് വേണ്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പം വീഡിയോസൊക്കെ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.